നല്ല കുടുകുടൂന്നും പറഞ്ഞ് തിളക്കണ പച്ച നെയ്മീൻ കുട്ടന്മാരാണ്ടാ. ഹലോ മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. എന്താണ് കൊമ്പ ഈ ഒരു വെള്ള സാധനം അതിൻ്റെ ഉള്ളിൽ നിന്ന് മീനെ പിറക്കിയെടുക്കണത് പലരും ചോദിക്കും. അതാണ് വെള്ളക്കട്ട. അതിൻ്റെ ഉള്ളിൽ നിന്ന് പിറക്കിയെടുക്കണത് നല്ല നെയ്മീൻ കുട്ടന്മാരാണ്ടാ. ഇവരെ ചെമ്പാൻ, നെയ്മീൻ, അർക്ക, അങ്ങനെ പല പേരിലുണ്ട്. വജ്രം എന്നും കൂടി പറയും. അത് തമിഴ്നാട്ടിൽ പറയണ പേരാണ്ടാ. യുവമാരെ നല്ല തുണ്ടോട്ട് കട്ട് ചെയ്തെടുക്കണ ഒരു കാഴ്ചയാണ്. തൊലിയൊക്കെ കളഞ്ഞ് നല്ല ഭംഗിയിൽ കട്ടാക്കി നേരെ വെള്ളത്തിലോട്ട് ഇടേണ്ട. അപ്പം എല്ലാ ചേട്ടന്മാരും കൂടി ചേർന്ന് ഒരുമിച്ചിരുന്ന് മീൻ കട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം. വീഡിയോക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അങ്ങനെ മീനെല്ലാം നല്ലതുപോലെ വെട്ടി ക്ലീനാക്കി അതിനകത്ത് ആ പൂവും കാര്യങ്ങളൊക്കെ കളഞ്ഞ് പിന്നെ വാലും മുറിച്ച് കളഞ്ഞ് നെയ്മീൻ അങ്ങനെ റെഡിയാക്കി എടുക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതുപോലെ നല്ല വലിയ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് പിന്നുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കും. ആദ്യം കഴുകണത് ഉപ്പുവെള്ളത്തിലാണ്. അത് ഏത് മീനും അങ്ങനെയൊക്കെ തന്നെയാണ്. കടലിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഉപ്പുവെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയിട്ട് അതിനകത്തുള്ള ബാക്കിയുള്ള വേസ്റ്റൊക്കെ എടുത്ത് കളയും. എന്നിട്ട് പിന്നെ നല്ല വെള്ളത്തിൽ ഒരു നീരും കൂടി കഴുകിയെടുക്കും കേട്ടോ. നല്ലതുപോലെ കഴുകിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അങ്ങനെ കഴുകി കഴിഞ്ഞാൽ പിന്നെ ആളെണ്ണം നോക്കി മീൻ കഷ്ണങ്ങൾ എണ്ണി ഇടേണ്ട. ഒരാൾക്ക് ഒരു 3 കഷ്ണം അല്ലെങ്കിൽ 4 കഷ്ണം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഇപ്പം ഈ ഒരു സമയം അങ്ങനെ കഴുകി കഴിഞ്ഞപ്പോൾ നമ്മുടെ വല തട്ടിക്കയറ്റുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇനി വല തട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതേ കറി വെക്കുകയാണ്. കലം വെച്ച് സവാള ഇട്ട് നേരെ പച്ചമുളക്, ഇഞ്ചി കാര്യങ്ങളൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുകയാണ്. വെളിച്ചെണ്ണയും കാര്യങ്ങളും ഒഴിച്ചിട്ടില്ല കേട്ടോ. പകരം ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലിലാണ് കറി വെക്കണത്. ഈ ഒരു കറിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് ഒഴിക്കും. ആ വെള്ളവും കാര്യങ്ങളും വേഗം പറ്റിപ്പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. പിന്നെ മഞ്ഞപ്പൊടി അങ്ങനെയുള്ള പൊടിക്കൂട്ടുകളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം ഇനി അങ്ങോട്ട് അടുക്കി പിടിക്കണ കൊണ്ട് വേഗം തന്നെ വെളിച്ചെണ്ണയും കാര്യങ്ങളും ആവശ്യത്തിന് അങ്ങോട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ആവശ്യത്തിന് ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം ആവശ്യത്തിന് മാത്രം നമ്മൾ ചേർക്കുള്ളൂ, കൂടുതലായിട്ടൊന്നും ഇടണില്ല കേട്ടോ. അങ്ങനെ മല്ലിപ്പൊടി എല്ലാം ചേർത്ത് കൊടുത്ത് ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം. നേരത്തെ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ പോരാന്ന് തോന്നി. എന്നിട്ട് ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സാക്കി അങ്ങനെ എടുക്കുകയാണ്. ഇനി മെയിനായിട്ടുള്ള മുതൽ വന്നിട്ടില്ല മുളക് പൊടി. അതും കൂടി അങ്ങോട്ട് ചേർത്താൽ ഏകദേശം പൊടിക്കൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ തീർന്നിട്ടാ. മുളക് പൊടിയും ചേർത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ പുളിവെള്ളവും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കേണ്ട. ചാറ് റെഡിയാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. നല്ലതുപോലെ ഇനി അങ്ങോട്ട് കുഴമ്പ് പോലെ അങ്ങോട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് അതിനകത്ത് വെള്ളവും ചേർത്ത് കൊടുക്കും. അതിന് മുന്നേ കുടംപുളിയാണ് മൊത്തമായിട്ട് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുറുകി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കഞ്ഞി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നേരത്തെ കഞ്ഞി ഊറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ വെള്ളമാണ് പച്ചവെള്ളത്തിന് പകരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്തിരി കൊഴുപ്പ് കിട്ടും. അങ്ങനെ കഞ്ഞിവെള്ളവും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് ചാറാക്കി പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് പിന്നെ കുടുകുടൂന്നും പറഞ്ഞാൽ അങ്ങോട്ട് തിളച്ച് മരണ ചാറിലോട്ട് നല്ല പച്ച നെയ്മീൻ കുട്ടന്മാരിങ്ങനെ മുക്കി വെക്കുകയാണ് കയ്യിലുകൊണ്ട്. എല്ലാത്തിനും ചാറിൽ മുങ്ങിക്കിടക്കണ ഒരു കാഴ്ച എൻ്റെ ഈ കാണുന്നത് നിങ്ങൾ. മീനെല്ലാം ഇട്ട് കൊടുത്ത് വള്ളം അടുത്തൊരു സ്ഥലത്തേക്ക് ഓടിപ്പോണ ഒരു കാഴ്ചയാണ്. സ്രാങ്ക് വള്ളം ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഈ ഒരു സമയം നമ്മുടെ മീൻകറി നല്ലതുപോലെ കുടുകുടൂന്നും പറഞ്ഞ് തിളച്ച് മറിയുമ്പോൾ ഒരു പ്രത്യേകമാണ് ഇങ്ങോട്ട് മൂക്കിലോട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടൻ ചോറും നല്ല നെയ്മീൻ കഷ്ണവും ഒരു തലയും ഒരു വാലും കുറച്ച് ചാറും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആ ചോറിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. 3 കഷ്ണം ഒരാൾക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞാൽ വീണ്ടും കൊടുക്കൂട്ടാ. ആ ചാറും കൂടി അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം അടുക്കളയിലോട്ട് എല്ലാവരും എത്തി. അവർക്ക് ആവശ്യത്തിന് ഇതേപോലെ ഒരു 3 കഷ്ണമൊക്കെ ഒരാൾക്കും ലാവിഷായിട്ട് കഴിക്കുക. ഇനി പോരാന്നുണ്ടെങ്കിൽ വീണ്ടും വരാട്ടാ. അങ്ങനെ 3 കഷ്ണം വെച്ച് എല്ലാവർക്കും ഒഴിച്ച് പിന്നെ ചാറും ഒഴിച്ച് ഇതേ ഞാനും വന്നിരുന്ന് കഴിക്കണം. നല്ല അടിപൊളി ടേസ്റ്റായി. എരിവും പുളിയൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും കിട്ടും കേട്ടോ. നല്ല അടിപൊളി മീൻകറി. അതും ഇവിടെ വന്നിരുന്ന് കഴിക്കണം. വള്ളത്തിലെ കാറ്റും ആ കടലൊക്കെ കൊണ്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തോ കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ തന്നെ തരാ.